ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിക്കുന്ന ദൃശ്യങ്ങൾ ആ കുഞ്ഞിൻ്റെ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ചു വീണതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. ആലപ്പുഴയിലാണ് ഈ ഉപരോധത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നത്. സൂപ്രണ്ടിനെ ഉപരോധിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വാർത്തകളുടെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. വൈകല്യത്തോടെ ഒരു കുഞ്ഞ് ജനിച്ചതും അത് സ്കാനിങ്ങിലോ ഒരു ഘട്ടത്തിലുമോ അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നതാണ് ഗുരുതരമായൊരു പിഴവായി അച്ഛനും അമ്മയും ചൂണ്ടിക്കാട്ടുന്നത്. കുഞ്ഞുങ്ങൾ പോലും സ്ഥാനം തെറ്റിയാണ് ആന്തരിക അവയവങ്ങൾക്ക് വലിയ ചികിത്സയ്ക്കാണ് കുഞ്ഞിന് ആവശ്യമായി വരിക. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നേരത്തെ അന്വേഷണം തീരുമാനിച്ചിട്ടുണ്ട്. DSP പ്രതികരിച്ചതാണെങ്കിൽ പോലും ഒരു പ്രതിഷേധ രംഗമാണ് ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ അത് പറഞ്ഞിട്ടേ പോകത്തില്ല. സൂപ്പർ എന്റെ സ്വഭാവമായിട്ട് സംഭവിക്കണം. ഇന്നത്തെ കൂടെ പരിപാടിയില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സൂപ്രണ്ടിനെ ഉപരോധിക്കുന്നത്. മറുപടി തന്നിട്ട് പോയാൽ മതി എന്നാണ് ഉപരോധക്കാർ പറയുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ സമരക്കാരെ വളരെ മോശമായിട്ട് സൂപ്പറുണ്ട് ആശുപത്രിയിൽ ഓപ്പറേഷൻ ശരിയല്ല. ആ വാക്ക് പിൻവലിക്കണം. സ്വാഭാവികമായിട്ടും പോലീസിന് ഇടപെടേണ്ടി വരും. ഒരു ആശുപത്രി സ്ഥലമാണ്. ആശുപത്രിയിൽ വേണ്ട രീതിയിലുള്ള പ്രോട്ടോകോൾ പാലിക്കാൻ പോലീസും നിർബന്ധിതരാണ്. ഇത്തരത്തിലൊരു പ്രതിഷേധ സാഹചര്യമാണ് ഉണ്ടാകുമ്പോൾ പോലീസിന് ഇടപെടേണ്ടി വരും. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്ന് സൂപ്രണ്ട് പറഞ്ഞതിനെ ചൊല്ലിയാണ് ഇപ്പോൾ പ്രവർത്തകർ ശബ്ദമുയർത്തുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രഘു, വലിയ പ്രതിഷേധമാണോ ഉയർത്തുന്നത്? പങ്കെടുക്കുന്നത് സൂപ്രണ്ടുമായിട്ട് സംസാരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ സ്വാഭാവികമായിട്ട് തന്നെ രണ്ടു കൂട്ടരും തമ്മിൽ ചെറിയ രീതിയിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ ചെയ്ത് നീക്കുന്നത്. നേരത്തെ തന്നെ സൂപ്രണ്ട് നമ്മളോട് സംസാരിക്കുന്നത് സംബന്ധിച്ച് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. മാത്രവുമല്ല, ഈ കുഞ്ഞിന് ഫ്ലൂയിഡ്, അതായത് അമ്മയ്ക്ക് ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് പക്ഷേ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള അവസാനം പറഞ്ഞ എന്റെ ജോലിയും തടസ്സപ്പെടുത്തി എന്നുള്ള ആ വാക്ക് പിൻവലിക്കണം.
ആശുപത്രി സൂപ്രണ്ടിനെ വിരോധിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകർ. അത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് സൂപ്രണ്ട് പറഞ്ഞതിനെ തുടർന്ന് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധമെടുത്ത മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഉപരോധം സംഘടിപ്പിക്കുന്നത്. പോലീസ് അവിടുന്നവരെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള നീക്കം നടത്തുകയാണ്. ഏറെ വൈകല്യങ്ങളുടെ ഒരു കുഞ്ഞ് പിറന്നു വീണതിന് അനാസ്ഥ ആരോപിച്ച് കുടുംബം പരാതിപ്പെടുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ, അതായത് ഈ ഗർഭകാലാവധിക്കുള്ളിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു വൈകല്യം കുഞ്ഞിനുണ്ട് എന്ന് അറിയാതെയാണ് ഈ സംഭവം ഇപ്പോൾ പ്രസവിച്ച് 3ാമത്തെ ദിവസം മാത്രമാണ് മനസ്സിലാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അമ്മ പറയുന്നു. അതിന് മുൻപ് കുടുംബക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രസവിച്ചപ്പോൾ മാത്രമാണ് അറിയുന്നത്. അതിന് മുമ്പ് ഒരു ഘട്ടത്തിലും കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി ആരും അറിയിച്ചില്ല എന്നുള്ളതായിരുന്നു. 4 ഡോക്ടർമാർക്കെതിരെ കേസുണ്ട്. ലാബുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ. ഇതിനെല്ലാം ഇടയിലാണ് രാഷ്ട്രീയ പ്രതിഷേധം കൂടി ഉണ്ടാകുന്നത്. ഉപരോധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ സ്കാനിംഗ് മെഷീൻ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ നമ്മുടെ ഡോക്ടർ ഷേർലി ഈ കേസുമായി ബന്ധപ്പെട്ട് 8 ആഴ്ച മുതൽ ഇങ്ങോട്ട് ആ കുഞ്ഞിനെ അമ്മയെയും പരിശോധിച്ച ഡോക്ടറോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഡോക്ടർ ഇതുവരെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് സാധാരണ നമ്മളൊക്കെ അങ്ങനെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ, പക്ഷേ റേഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തിന്റെ ഭാഗമായി ആശുപത്രിക്ക് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്. പോലീസുകാർ ആശുപത്രിക്ക് മുമ്പിൽ നാടകീയമായ സംഭവമാണ്. മാധ്യമങ്ങളോടുകൂടി അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും അവർ സമയമായ രഘു, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. സൂപ്രണ്ട് പറഞ്ഞ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നതിലായിരുന്നു അവർ പിടിച്ചു കയറിയത്. അപ്പോൾ അന്വേഷണത്തിന് തീരുമാനമായിട്ടുണ്ട്. വിശദീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ആശുപത്രി കൂടുതലായി സൂപ്രണ്ട് എന്തെങ്കിലും ഇവരോട് പറയുകയുണ്ടായോ? എന്തായിരുന്നു ഇവരുടെ ആവശ്യം? DMOയോട് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിക്കാമെന്നുള്ളതാണ് DMO അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ സംബന്ധിച്ച് നേരത്തെ തന്നെ വിവരങ്ങൾ നൽകിയിരുന്നു. അതായത് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി തന്നെ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ടൊക്കെ കൈവശമുണ്ട് എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് അടക്കം അവകാശപ്പെടുന്നത്. എന്തായാലും DMOയോടാണ് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിയുടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി സൂപ്രണ്ടിനോട് DMO റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമുള്ളത്. ആലപ്പുഴ നഗരസഭാ കൗൺസിലർമാരടക്കം പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഒരു അരമണിക്കൂറോളം അവർ സൂപ്രണ്ടിന്റെ മുറിയിൽ കുത്തിയിരുന്നു. തുടർന്ന് സംസാരിക്കുന്നതിനിടയിൽ ചെറിയ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയത്.